ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്, ടീച്ചറും ഇറച്ചിക്കുട്ടനും കുഞ്ഞായും എല്ലാം ഉണ്ട്. അപ്പോൾ കുറേ നാളായി പലരും ചോദിക്കും നമ്മുടെ മെൽബണിലെ വീടിൻ്റെ ഒരു ഹോം ടൂർ കാണിക്കാൻ പറയാം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ മുതലേ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് ഇന്ന് ഒരു റൈറ്റ് ടൈമാണ്. കാരണം വീടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ റെൻറ്റ് ഹൗസിന് എടുക്കുമ്പോൾ എല്ലാ 3 months കൂടുമ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ ഉണ്ട്. ഓരോ ഓണറിനെ അനുസരിച്ചിരിക്കും കേട്ടോ. അല്ല, ഓണർ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് അവരുടെ ഇതിനനുസരിച്ചിരിക്കും. സാധാരണ 3 months കൂടുമ്പോഴാണ് ഇൻസ്പെക്ഷൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റൈറ്റ് ടൈമാണ് ഹോം ടൂർ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. നമ്മൾ 2 bedroom അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ടൂറാണ്. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് ഐശ്വര്യമായിട്ട് ഡോറങ്ങ് തുറക്കാം അല്ലേ. ഇതാണ് നമ്മൾ ഡോറ് തുറന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച. അപ്പോൾ ഇവിടെ തന്നെയാണ് എല്ലാം. ഈ വീടിൻ്റെ മെയിൻ ഭാഗം ഇതാണ്. കാരണം വീടിൻ്റെ കിച്ചണും ഡൈനിങ്ങും ലിവിങ്ങും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണുള്ളത്. അതുകൂടാതെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പതിയെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് പക്ക ഇംഗ്ലീഷ് കിച്ചൺ തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനെ വലിയ കാര്യമായ കുക്കിംഗ് ഒന്നും ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മളെല്ലാ ദിവസവും തട്ടിക്കൂട്ട് കുക്കിങ്ങും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് കേട്ടോ ഈ കിച്ചണിൽ നടക്കുന്നതെല്ലാം. കാരണം ഇവിടെ വന്ന് കയറിയപ്പം പ്രഗ്നൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ബേബി ഉണ്ടായി. അപ്പോൾ എനിക്കധികം കാര്യമായ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇച്ചാനാണ് മുഴുവൻ ഹാൻഡിൽ ചെയ്തത് കിച്ചൺ. അപ്പോൾ അങ്ങനെ ഇച്ചാൻ ഇതിനൊരു ഇംഗ്ലീഷ് കിച്ചണാക്കി മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാണുമ്പം ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ പോലും നമ്മുടെ എല്ലാ സാധനങ്ങളും കൊള്ളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇഷ്ടംപോലെ കബേർഡ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊന്നും എനിക്ക് കയ്യെത്തത്തില്ല കേട്ടോ. അപ്പം നമുക്ക് സ്റ്റൂളൊക്കെ ഇട്ട് വേണം കയറാൻ. അവിടെ ഒന്നും അങ്ങനെ സാധനം വെച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ മേലെയും ഇതുപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റി വെക്കാൻ പറ്റുന്ന തരത്തിൽ. പിന്നെ ഇവിടുത്തെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ടൊരു ഗ്യാസ് സ്റ്റൗ കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം നാട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടും അയർലൻഡിലായിരുന്നെങ്കിലും ടാസ്മാനിയ ആയിരുന്നപ്പോഴും നമുക്ക് ഇലക്ട്രിക് സ്റ്റൗ ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഗ്യാസ് സ്റ്റൗ കിട്ടുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെയുണ്ട്. പിന്നെ അവനുണ്ട്. പിന്നെ ഇതാ ഇപ്പുറം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈക്രോവേവ്. പിന്നെ ഇതാ ഇവിടെ ഡിഷ് വാഷറും ഉണ്ട്. ഇതാ ഈ കാണുന്ന സ്പേസ് ഡിഷ് വാഷറിൻ്റെതാണ് കേട്ടോ. പക്ഷെ കണ്ടാൽ പറയില്ലല്ലോ, പുറമേ നോക്കിയാൽ പറയില്ലല്ലോ. നമ്മൾ ഡിഷ് വാഷർ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് പാത്രം ജസ്റ്റ് കഴുകിയിട്ട് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ പാത്രം കഴുകുന്ന ഡിഷ് വാഷിങ് ഏരിയ, നമുക്ക് വേറെ കബോർഡുകൾ, ചെറിയ ചെറിയ ഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിലെ ലെഫ്റ്റ് സൈഡ്, നമ്മൾ കയറി വരുന്ന അടുത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലങ്ങളിലും കുറച്ച് ഏരിയയിൽ ഹിഡൻ പ്ലേസസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു കബോർഡുണ്ട്. നമുക്ക് കിച്ചണിലേക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചണിലെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലൊരു ഡോറുണ്ട്. അത് വേറെ നല്ല ടോയ്ലറ്റാണ് കേട്ടോ. ടോയ്ലറ്റും ഷവറും കൂടിയുള്ളതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ നമുക്ക് ഹാൻഡ് വാഷിനായിട്ടും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഹോളിൽ നിന്ന് തന്നെ വരുമ്പം. പിന്നെ വിശാലമായ ഷവർ റൂമും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വാഷ് ബേസിൻ്റെ അടിയിലായിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കബേർഡ് അവിടെ തന്നെ ഉണ്ട്. അപ്പം ടോയ്ലറ്റിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവിടെ വലിയൊരു മിററും ഉണ്ട്. നല്ല അമണ്ടൻ സൈസിലാട്ടോ മിററുള്ളത്. എന്തായാലും നല്ല അടിപൊളി ടോയ്ലറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കുറച്ച് ഹിഡൻ സ്പേസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിവീൽ ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് ഏരിയ ഒരു ഡോറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ഒരു ഡോറാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് 2 ഡോറാണ്. ഫോൾഡ് ചെയ്യുന്ന കൂട്ട് ഡോറാണ് കേട്ടോ. ഇതിനുള്ളിലാണ് ലോണ്ട്രി സ്പേസ് വരുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീനും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ലോണ്ട്രി ഏരിയ എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ തുണിയൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റും വാഷിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയ ലോണ്ട്രി ഏരിയ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ഡോറിൻ്റെ മറവിൽ. അത് പുറത്തുനിന്ന് ആരും മനസ്സിലാക്കുക പോലില്ല ഇങ്ങനൊരു ലോണ്ട്രി ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഇതിന് അത്യാവശ്യം എല്ലാ സ്റ്റോറേജ് സ്പേസും അവിടെ ഉണ്ട് കേട്ടോ. വാഷിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡും അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം.
അപ്പോൾ അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീനായി. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി ഡൈനിങ് ടേബിൾ. അപ്പോൾ ഇത് ശരിക്കും 4 സീറ്റിംഗ് ആണ് കേട്ടോ. ഞങ്ങളൊരു എക്സ്ട്രാ ചെയർ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഈ ഒരു ഡൈനിങ് സെറ്റ് ഐക്കിയ പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ മേടിച്ചതല്ല, നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യത്തിന് അധികം പഴക്കമില്ലാത്ത, അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഡൈനിങ് സെറ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ അടുത്ത സെഷൻ TV റൂം, സിറ്റിംഗ്, ലിവിങ്, ലോഞ്ച് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സോഫ സെറ്റ്, ഇത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ TV യൂണിറ്റ് ഒഴികെ ബാക്കി ഫർണിച്ചേഴ്സ് എല്ലാം മാർക്കറ്റ് പ്ലേസിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. TV യൂണിറ്റ് മാത്രം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് മേടിച്ച ഫർണിച്ചേഴ്സിൽ. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ മാത്രം നമ്മൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയ വന്നപ്പോൾ, ടാസ്മാനിയ വന്നപ്പോൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് മേടിച്ചതാണ്. നമുക്ക് ഈ TVയുടെ സൈഡിൽ കോർണറിലായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയായിരുന്നു ഈശോയുടെ രൂപമൊക്കെ വെച്ചിരുന്നത്. പക്ഷേ അത് ഡാമേജ് ആയിപ്പോയി, അങ്ങനെ നമ്മളത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഏരിയകളുണ്ട്. നമ്മുടെ ഫ്ലോറ്, ഈ ഒരു ഹോള് മുഴുവൻ വുഡൻ ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഏരിയ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ബേബിയുടെ സ്വിങ്ങും പിന്നെ ടോയ്സും അങ്ങനെ ഒക്കെ വെച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് പുറത്തോട്ട് കിടക്കാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് പിന്നെ പോകാം. പിന്നെ നമുക്ക് ബെഡ്റൂംസ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വലിയൊരു മാട്രസ്സാണ് കേട്ടോ. മാട്രസ് മാത്രമേ ഉള്ളൂ. വലിയൊരു മാട്രസ് ആയതുകൊണ്ട് ഞങ്ങൾ ബെഡ് ബേസ് മേടിച്ചില്ല. തൽക്കാലം ഇത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ബെഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇൻസ്പെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഒക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു റൂമിൽ ഇങ്ങനെ ഒരു കോർണറിൽ സ്റ്റഡി ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇച്ചാൻ്റെ ഓരോ പരിപാടികളൊക്കെയാണ് ഈ കോർണറിൽ. ഇച്ചാൻ്റെ സ്വന്തം കോർണറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ആർക്കും ശല്യമില്ലാത്ത, ആരുടെയും ശല്യമില്ലാത്തൊരു കുഞ്ഞ് സ്പേസ്, നല്ല ക്വയറ്റായിട്ടുള്ളൊരു സ്പേസാണ്, നല്ല രസമാണ്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് വാർഡ്രോബ് ഉണ്ട്. ഈ ഒരു സൈഡ് മുഴുവൻ വാർഡ്രോബാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വാർഡ്രോബിൻ്റെ ഡോറ് കേട്ടോ ഫുള്ള് മിററാണ്. വലിയ മിറർ, മേലെ മുതൽ താഴെ വരെ മിററാണ് കേട്ടോ. ഈ വീടിനെ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള 3 സവിശേഷതയുണ്ട്. ഒന്ന് ഗ്യാസ് സ്റ്റോവ്, നമുക്കിതിന് മുമ്പ് ഇതുവരെ ഗ്യാസ് സ്റ്റോവ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് മിറർ, എവിടെ നോക്കിയാലും മിററാണ്. മൂന്നാമത്തത് 2 ടോയ്ലറ്റ് ഉണ്ട്. സാധാരണ പൊതുവെ വീടുകളിലെല്ലാം ഒരു ടോയ്ലറ്റാണ്. 3 ബെഡ്റൂം ഹൗസിന് പോലും 1 ടോയ്ലറ്റ് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇവിടെ 2 ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു 1 സീറ്റ് റൂമാണ്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണുള്ളത്. ഷവറും ഉണ്ട് കേട്ടോ. അപ്പം നേരത്തെ നമ്മുടെ മറ്റു ടോയ്ലറ്റിനെ പോലെയൊക്കെ തന്നെയാണ് ഒരു കാഴ്ചയിൽ. അപ്പം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ വലിയ മിറർ, അവിടുത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ വീട്ടിൽ എല്ലായിടത്തും മിററാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു കണ്ണാടി മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലോറ് വരുന്നത് ടൈലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. അപ്പോൾ ഇത് 2 ബെഡ്റൂം ഹാളിൽ നിന്നാണ് കേട്ടോ എൻട്രി. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. നമ്മുടെ 2 ബെഡ്റൂംസിൻ്റെയും ഫ്ലോറ് കാർപ്പറ്റ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ്, അത് ഒരു സൈഡ് മുഴുവൻ ഗ്ലാസ് ആണ് കേട്ടോ. ശരിക്കും ഗ്ലാസ് റൂമാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് സൈഡ് മുഴുവൻ ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യൂൻ സൈസ് ബെഡുണ്ട്. പിന്നെ ഓഫീസ് ടേബിളും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബെഡ്റൂമിൽ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിടക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇതിൻ്റെ മറ്റേ വശത്ത് മുഴുവൻ ഗ്ലാസ് ഇട്ട വാർഡ്രോബാണ് കേട്ടോ. അപ്പം ഇവിടെയും മുഴുവൻ കണ്ണാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാം. ഇത് ബെഡ്റൂമിൽ നിന്ന് കാണുന്ന കുറച്ച് ഔട്ട് സൈഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാം, ഗ്ലാസ് ആണല്ലോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, ഇതിലെ കൂടി മെയിൻ ഹാളിൽ കൂടി. അപ്പം പുറത്ത് നമുക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ, ചെറിയൊരു ബാൽക്കണി പോലെ. നമ്മൾ 6th ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. പക്ഷേ കണ്ടാൽ പുറത്തോട്ട് നോക്കിയാൽ മനസ്സിലാവാത്ത പോലുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്, റിച്ചുകോട്ടൻ്റെ സൈക്കിളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇത് ഫുള്ളിങ്ങനെ ഗ്രില്ലിട്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ വീടുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഈ ഒരു തരം മെഷ് പോലത്തെ ഒരു ഗ്രില്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡ് കുറച്ച് നമ്മൾ ഔട്ട് സൈഡ് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഔട്ട് സൈഡ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പുറത്തെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ പക്ഷേ അതൊന്നും ചെയ്തില്ല കേട്ടോ. നമുക്ക് ഇവിടെയാണ് തുണിയൊക്കെ വിരിച്ചിടുന്നത്. ക്ലോത്തിങ് സ്റ്റാൻഡൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇൻസ്പെക്ഷനിലുണ്ടെല്ലാം ഇങ്ങനെ സൈഡിലായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ റൂം. കമ്പ്യൂട്ടർ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ കണ്ടല്ലായിരുന്നോ, അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണിത്.
പിന്നെ ഇത് നമ്മുടെ സ്പ്ലിറ്റ് AC-യുടെ സാധനമാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാം. പുറത്തോട്ട് പോയിട്ട് നല്ല മനോഹരമായ കാഴ്ചയുണ്ട് കേട്ടോ ഔട്ട് സൈഡിൽ. അപ്പം ഔട്ട് സൈഡിൽ ചെറിയൊരു പാർക്ക് തന്നെയാണെന്ന് പറയാം. അതുപോലെ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളോട് കാണാം. ഇതിവിടെ വെച്ചാലും റിച്ചുകുട്ടനും ബേബിയും ഇവിടെ ഉണ്ട് കേട്ടോ, അവർ കളിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. അടിപൊളിയല്ലേ? നല്ലൊരു കുട്ടി പാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇതൊരു 6th ഫ്ലോറാണെന്ന് പറയില്ല, അതുപോലെ നന്നായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് വന്നിരിക്കാനും പിള്ളേർക്ക് കളിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും 10 നിലയാണ്, 10 നില ബിൽഡിംഗ് ആണ്. നമ്മൾ 6th ഫ്ലോറിലാണ്. അതിൻ്റെ താഴേക്കെല്ലാം കാർ പാർക്കും പിന്നെ ഏറ്റവും താഴെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണുള്ളത്. നമുക്ക് എല്ലാ ഷോപ്പും നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുണ്ട്. അത്രയും വളരെ കൺവീനിയൻ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ്. നമ്മളിവിടെ വന്ന സമയത്ത് ഡെലിവറി അടുത്തായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നോക്കി, അതുപോലെ റിച്ചുകുട്ടനൊരു സ്കൂളും ഇച്ചാന് ജോലിക്ക് പോകാനൊക്കെ എളുപ്പത്തിന് അങ്ങനെ ഒരു സ്ഥലം നോക്കി നമ്മളിത് എടുത്തതാണ്. അപ്പം തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനും എല്ലാം അടുത്തടുത്തുണ്ട്. അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നോക്കി, അതുപോലെ കടയാണേലും എല്ലാം തൊട്ട് താഴത്തുണ്ട്. അപ്പോൾ എനിക്കാണേലും വേണമെങ്കിൽ ഒന്ന് ഓടിപ്പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി എടുത്ത ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ് ഏരിയ. പിന്നെ ഇവിടെ കെയർ ടേക്കർ ഉണ്ട് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അവർ വന്നിട്ടാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. പിന്നെ ക്ലീൻ ചെയ്യാനും അതുപോലെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഈ കുഞ്ഞി മരം ഒലിവ് മരമാണിത്. പക്ഷെ കായ്ച്ചൊന്നും കണ്ടിട്ടില്ല. ഇവിടെ കായ ഉണ്ടാവില്ലേ എന്നറിയില്ല. ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ അടലയിലൊക്കെ പോയപ്പോൾ ഒലിവ് ട്രീസിൻ്റെ കൃഷി തന്നെ കണ്ടു. അപ്പോൾ എന്തായാലും ഒലിവ് മരം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടൊരു ഹെലികോപ്റ്റർ പോകുന്നു. ഇതിവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറ സൈഡും കുറച്ച് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതോട് കാണിച്ചുതരാം. പിന്നെ ഇവിടെ കുറേ ഓറഞ്ച് മരങ്ങളും പിന്നെ അതും ഇതും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഓറഞ്ചാണ്. ഓറഞ്ച് നാരങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ, നാരകം ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീട് ഷൂറാക്ക് ഉണ്ടോ. അപ്പം ഞാൻ എന്താ പറയുന്നത്, അപ്പോൾ ഈ ഓറഞ്ചൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പം നമുക്കിവിടെ ബാർബിക്യൂവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാം, അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലോർ മുഴുവൻ ഇങ്ങനെ വുഡ് കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെൽബൺ സിറ്റിയുടെ കുറേ ഏരിയ കാണാം. അപ്പം ഇതാ അവിടെ റെയിൽവേ ട്രാക്കൊക്കെ കാണാം. തൊട്ടടുത്താണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനുള്ളത്. പിന്നെ ഇതാ അങ്ങ് കാണുന്നത് ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ആ ബ്രിഡ്ജ്, മെൽബണിലൊരു വലിയ നീണ്ട ബ്രിഡ്ജാണ് ആ കാണുന്നത്. അപ്പോൾ അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കാറുകളും ബസ്സും ഒക്കെ പോകുന്നത് കേട്ടോ. അതോ കണ്ട പോണേ നിരനിരയായിട്ട് നല്ല തിരക്കാണ്. ലോറിയും കാറും എല്ലാം പോണ കാണാം. അപ്പോൾ ഇതാണ് മെൽബൺ സിറ്റിയുടെ ഒരു ചെറിയ ഒരു ഏരിയ, അല്ലെങ്കിൽ ചെറിയൊരു പ്രാന്തപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു സൈഡിലെ കാഴ്ചകൾ. ഓരോ വശത്തുനിന്നും ഡിഫറെൻറ്റ് വ്യൂ ആണ് കേട്ടോ നമുക്കുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ റിച്ചുകുട്ടൻ്റെ സ്കൂളും കാണാം കേട്ടോ. പിന്നെ ഇതാ ഈ റാമ്പ് കണ്ടോ, ഈ റാമ്പിൽ കൂടെയാണ് നമ്മുടെ വണ്ടി ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ഗാർഡൻ. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു കിച്ചൺ ഗാർഡനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന റോസ്മേരിയാണ് കേട്ടോ. റോസ്മേരി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇടാവുന്ന ഒരു സ്പൈസാണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് പല ഉപയോഗമുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കാൻ, എണ്ണ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഗാർഡൻ. ഇവിടെ ഓരോ ഏരിയ അലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് വന്ന് നട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടത് യൂസ് ചെയ്യാം. അപ്പം അത് ഓരോരുത്തരും നടുന്നതിനനുസരിച്ചാട്ടോ അവനവനാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ പല ആൾക്കാരും വന്ന് ഓരോന്നും ഉണ്ടാക്കിയത്, ചെറിയ ചോളവും ബീൻസും എല്ലാ കൂട്ടം ഉണ്ട് കേട്ടോ. പല രാജ്യക്കാർ താമസിക്കുന്നതാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവരുടേതായ ഡിഫറെൻറ്റ് വെജിറ്റബിൾസൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഇവിടെയുണ്ട്. ഈ വശത്തും ഉണ്ട്, അതുപോലെ അപ്പുറം സൈഡിലും ഉണ്ട് കേട്ടോ കിച്ചൺ ഗാർഡൻ. അപ്പം ഓരോ സൈഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടെല്ലാം വാട്ടർ സപ്ലൈയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അതിനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ കാഴ്ചകളും സൗകര്യങ്ങളും ഒക്കെ. പിന്നെ ഇത് വേറെ ഒരു വശത്തു നിന്നുള്ള വ്യൂ ആണ്. കണ്ടോ, മെൽബൺ സിറ്റിയുടെ
ക്ലിയർ പിക്ചർ ഇവിടെ നിന്ന് കാണാം. നമുക്ക് സിറ്റി പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, സൂപ്പർ വ്യൂ ആണ്. അടിപൊളിയല്ലേ? ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ വശത്തുനിന്ന് ഓരോ വ്യൂ ആണ് കേട്ടോ. സൺസെറ്റായി. സൂര്യാസ്തമയ സമയത്ത് മെൽബൺ സിറ്റിയുടെ ഒരു ഭംഗി നോക്കിക്കേ. ചെമന്ന ആകാശം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂർ, അപ്പാർട്ട്മെൻറ്റ് ടൂർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാൻ പറ്റും. എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.